അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ തുടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു എന്ന്? അതെ, അത് സത്യമാണ്. മകരരാശിക്കാരെ, നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കും. 150 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു വലിയ ഗ്രഹചാരം ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ പ്രവർത്തിക്കുകയാണ്. ഇത് ഒരു സാധാരണ സമയമല്ല. ഇത് ഒരു പ്രത്യേക കാലഘട്ടമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ തീരുമാനവും നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കും. നിങ്ങൾക്ക് അറിയാമോ, 4 വലിയ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടിവരുമെന്ന്? ഈ 4 ത്യാഗങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിജയം നേടാനാകൂ. ഈ ത്യാഗങ്ങൾ ചെയ്യാതെ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വന്നുചേരും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക. ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ്. ഗുരു ഇപ്പോൾ സഞ്ചരിക്കുകയാണ്. ശനി നിങ്ങളുടെ രാശിയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. രാഹു കേതു പരിവർത്തനം നടക്കുന്നു. ഈ 3 ഗ്രഹങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മകരരാശിക്കാർക്ക് വലിയ പരീക്ഷണങ്ങൾ വരും. എന്നാൽ ഈ പരീക്ഷണങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി ഉണർത്താൻ മാത്രം നിങ്ങൾ തയ്യാറാകണം. അടുത്ത 30 ദിവസങ്ങളിൽ 3 വലിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആദ്യ സംഭവം നിങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വലിയ അവസരം വരും. പക്ഷേ അതിനായി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരും. രണ്ടാമത്തെ സംഭവം നിങ്ങളുടെ ബന്ധങ്ങളെ ബാധിക്കും. നിങ്ങളുടെ അടുത്ത ആളുകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. മൂന്നാമത്തെ സംഭവം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഒരു ജാഗ്രതാ സൂചനയാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ വലിയ ത്യാഗത്തെക്കുറിച്ച് സംസാരിക്കാം. ഈ ത്യാഗം നിങ്ങളുടെ തൊഴിലുമായും പണവുമായും ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് സുഖം തരുന്നുണ്ടോ? നിങ്ങൾ സംതൃപ്തനാണോ? പലരും പറയും ഇല്ലെന്ന്. നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നു കാരണം അത് പണം തരുന്നു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് സന്തോഷമില്ല. നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഭയം കൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വരും. പഴയ ജോലി വിടണോ അതോ തുടരണോ എന്ന്. പഴയ ബിസിനസ് അവസാനിപ്പിക്കണോ അതോ തുടരണോ എന്ന്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ്. കാരണം നിങ്ങൾക്ക് സുരക്ഷിതത്വം വേണം. നിങ്ങൾക്ക് സ്ഥിരത വേണം. എന്നാൽ ഗ്രഹങ്ങൾ പറയുന്നു നിങ്ങൾ അപകടസാധ്യത എടുക്കണം എന്ന്. നിങ്ങൾ മാറണം എന്ന്. നിങ്ങളുടെ സുഖത്തെ ഉപേക്ഷിച്ച് സ്വപ്നങ്ങളെ പിന്തുടരണം എന്ന്. ഒരുപാട് മകരരാശിക്കാർ ഇപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്ന്. ഉത്തരം വളരെ ലളിതമാണ്. കാരണം ശനി ഭഗവാൻ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം ധൈര്യമുള്ളവരാണെന്ന് പരീക്ഷിക്കുകയാണ്. നിങ്ങൾ ഇത് ചെയ്താൽ അടുത്ത 3 മാസത്തിനുള്ളിൽ വലിയ വിജയം വരും. പക്ഷേ ഇത് ചെയ്യാതെ പോയാൽ അടുത്ത വർഷം മുഴുവൻ നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. മുന്നോട്ട് പോകാൻ കഴിയില്ല. പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കണം. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ ചിലവുകൾ വരും. അപ്രതീക്ഷിതമായ ചിലവുകൾ. ആരോഗ്യം, കുടുംബം, വീട് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ചിലവുകൾ. നിങ്ങൾ സ്വാർത്ഥതയെ ഉപേക്ഷിക്കണം. നിങ്ങളുടെ പണം മറ്റുള്ളവർക്കായി ചെലവഴിക്കണം. ഇത് ഒരു ത്യാഗമാണ്. പക്ഷേ ഈ ത്യാഗം ചെയ്താൽ നിങ്ങൾക്ക് തിരികെ 10 ഇരട്ടി പണം വരും. ചിലർ ചോദിക്കും എന്റെ കയ്യിൽ പണമില്ലെങ്കിൽ എങ്ങനെ ചെലവഴിക്കും എന്ന്. അതാണ് ഈ ത്യാഗത്തിന്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങൾക്ക് ഇല്ലാത്തതും പങ്കുവയ്ക്കണം. നിങ്ങളുടെ സമയം പങ്കുവയ്ക്കണം. നിങ്ങളുടെ അറിവ് പങ്കുവയ്ക്കണം. നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കണം. പണം മാത്രമല്ല ത്യാഗം. ഗുരു ഭഗവാൻ പറയുന്നു നിങ്ങൾ കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി തിരികെ തരാം എന്ന്. പക്ഷേ നിങ്ങൾ കൊടുക്കണം ആദ്യം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ വലിയ വെല്ലുവിളി വരും. ഒരു പങ്കാളി നിങ്ങളെ വിട്ടുപോകാം. ഒരു കസ്റ്റമർ നഷ്ടപ്പെടാം. ഒരു പ്രോജക്റ്റ് പരാജയപ്പെടാം. ഇതെല്ലാം സംഭവിക്കും. എന്നാൽ നിങ്ങൾ ഭയപ്പെടരുത്. ഇത് ദൈവം നിങ്ങളെ ശക്തരാക്കാനുള്ള മാർഗമാണ്. നിങ്ങൾ പഴയതിനെ ഉപേക്ഷിച്ചാൽ പുതിയത് വരും. നിങ്ങൾ നഷ്ടത്തെ സ്വീകരിച്ചാൽ ലാഭം വരും. ഇതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. ജോലിക്കാർക്ക് പ്രൊമോഷൻ വരും. പക്ഷേ അതിനൊപ്പം ഉത്തരവാദിത്വവും വരും. നിങ്ങൾക്ക് കൂടുതൽ ജോലി ചെയ്യണം. കൂടുതൽ സമയം ഓഫീസിൽ ചിലവഴിക്കണം. കുടുംബവുമായുള്ള സമയം കുറയും. ഇതും ഒരു ത്യാഗമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കണം കുടുംബമോ കരിയറോ എന്ന്. ഇത് വേദനാജനകമായ തിരഞ്ഞെടുപ്പാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കരിയറിന് പ്രാധാന്യം കൊടുത്താൽ ഭാവിയിൽ കുടുംബത്തിന് കൂടുതൽ സമയം കിട്ടും. രണ്ടാമത്തെ വലിയ ത്യാഗം നിങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ചാണ്. മകരരാശിക്കാർ വളരെ സ്നേഹമുള്ളവരാണ്. കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. സുഹൃത്തുക്കളെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ചില ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. ചില ആളുകളുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കണം. ചില ബന്ധുക്കളുമായുള്ള ബന്ധം കുറയ്ക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം വേദനിക്കുന്നുണ്ടോ? അതെ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ചെയ്യണം? കാരണം ചില ആളുകൾ നിങ്ങളിൽ നിന്ന് ഊർജം എടുക്കുകയാണ്. നിങ്ങളുടെ സമയം മോഷ്ടിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുകയാണ്.
നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആരാണ് നിങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് എന്ന്, ആരാണ് നിങ്ങളെ താഴോട്ട് വലിക്കുന്നത് എന്ന്. രാഹു കേതു പറയുന്നു വിഷബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ. അടുത്ത 15 ദിവസങ്ങളിൽ ഒരാൾ നിങ്ങളെ വളരെയധികം നിരാശപ്പെടുത്തും. നിങ്ങൾ വിശ്വസിച്ച ഒരാൾ നിങ്ങളെ ഒറ്റിക്കൊടുക്കും. ഇത് വേദനാജനകമായിരിക്കും. നിങ്ങൾ കരയും, നിങ്ങൾക്ക് ദേഷ്യം വരും. എന്നാൽ ഇത് ദൈവത്തിന്റെ ആശീർവാദമാണ്. കാരണം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുകയാണ്. ആ വ്യക്തിയുടെ സ്ഥാനത്ത് നല്ല ആളുകൾ വരും. പ്രണയത്തിൽ ഉള്ളവർക്ക് ഇപ്പോൾ വലിയ പരീക്ഷണം വരും. നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെടും. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പ്രയാസമായിരിക്കും. ഒരുപക്ഷേ കൂടുതൽ സമയം, കൂടുതൽ ശ്രദ്ധ, കൂടുതൽ സ്നേഹം. നിങ്ങൾ തിരക്കിലായിരിക്കും. നിങ്ങൾക്ക് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ത്യാഗം ചെയ്യണം. നിങ്ങളുടെ സ്വാർത്ഥതയെ ഉപേക്ഷിച്ച് പങ്കാളിക്ക് സമയം കൊടുക്കണം. അല്ലെങ്കിൽ ബന്ധം തകരും. വിവാഹിതരായവർക്ക് കുടുംബത്തിൽ സംഘർഷം വരും. ഭാര്യയോ ഭർത്താവോ എന്തെങ്കിലും പരാതി പറയും. നിങ്ങൾ കുടുംബത്തിന് സമയം കൊടുക്കുന്നില്ല എന്ന്, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്ന്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. കാരണം നിങ്ങൾ അവർക്കായി എല്ലാം ചെയ്യുന്നു. പണം സമ്പാദിക്കുന്നു, വീട് നോക്കുന്നു, എല്ലാം നൽകുന്നു. എന്നാൽ അവർക്ക് വേണ്ടത് നിങ്ങളുടെ സാന്നിധ്യമാണ്, നിങ്ങളുടെ സ്നേഹമാണ്. ഇത് മനസ്സിലാക്കുക. മൂന്നാമത്തെ വലിയ ത്യാഗം നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ചാണ്. മകരരാശിക്കാർക്ക് ചില മോശം ശീലങ്ങൾ ഉണ്ട്. അമിതമായി ജോലി ചെയ്യുക, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക, ഉറക്കം ത്യജിക്കുക, ആരോഗ്യം അവഗണിക്കുക, അമിതമായി ചിന്തിക്കുക, സ്ട്രെസ് എടുക്കുക. ഇതെല്ലാം നിങ്ങളെ തകർക്കുകയാണ്. അടുത്ത 30 ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരം ഒരു മുന്നറിയിപ്പ് തരും. ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം വരും. ഇത് ഒരു സൂചനയാണ്. നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ മാറ്റണം. കൂടുതൽ ഉറങ്ങണം, ആരോഗ്യകരമായി ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം, യോഗ ചെയ്യണം, ധ്യാനം ചെയ്യണം. നിങ്ങളുടെ മനസ്സിന് വിശ്രമം കൊടുക്കണം. എന്നാൽ നിങ്ങൾ പറയും എനിക്ക് സമയമില്ല എന്ന്. അതാണ് പ്രശ്നം. നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങളുടെ സ്വയം സംരക്ഷണത്തിന് മുൻഗണന കൊടുക്കണം. ഇത് സ്വാർത്ഥതയല്ല, ഇത് ആവശ്യമാണ്. ശനി ഭഗവാൻ പറയുന്നു നിങ്ങൾ നിങ്ങളെ നോക്കിയില്ലെങ്കിൽ മറ്റാരും നോക്കില്ല എന്ന്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരും സ്നേഹിക്കില്ല എന്ന്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നശിക്കും. അതുകൊണ്ട് ഈ ത്യാഗം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ മോശം ശീലങ്ങളെ ഉപേക്ഷിക്കുക, ആരോഗ്യമുള്ള ശീലങ്ങൾ സ്വീകരിക്കുക. നാലാമത്തെയും അവസാനത്തെയും ത്യാഗം നിങ്ങളുടെ ആത്മീയതയെക്കുറിച്ചാണ്. മകരരാശിക്കാർ വളരെ പ്രായോഗികരാണ്, യാഥാർത്ഥ്യബോധമുള്ളവരാണ്, ഭൗതിക ലോകത്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആത്മീയതയിലേക്ക് തിരിയണം. ദൈവത്തെ അടുത്തറിയണം, പ്രാർത്ഥിക്കണം, ക്ഷേത്രത്തിൽ പോകണം, മന്ത്രം ജപിക്കണം. ഇത് കേട്ടാൽ ചിലർ പറയും എനിക്ക് ഇതിൽ വിശ്വാസമില്ല എന്ന്, എനിക്ക് സമയമില്ല എന്ന്. എന്നാൽ ഇത് നിങ്ങളുടെ രക്ഷയാണ്. അടുത്ത 15 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ അനുഭവം ഉണ്ടാകും. എന്തോ അസാധാരണമായ കാര്യം സംഭവിക്കും. ഒരു സ്വപ്നം കാണും, ഒരു സൂചന ലഭിക്കും, ഒരു സന്ദേശം കിട്ടും. ഇത് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്, നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയാണ്. ഈ അനുഭവത്തെ അവഗണിക്കരുത്. ഇതിനെ ഗൗരവമായി എടുക്കുക. നിങ്ങൾ ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിക്കണം എന്ന് അർത്ഥമല്ല. പണം ഉപേക്ഷിക്കണം എന്ന് അർത്ഥമല്ല. ലോകം വിട്ടുകാട്ടിൽ പോകണം എന്ന് അർത്ഥമല്ല. അല്ല, നിങ്ങൾ ലോകത്തിൽ തന്നെ ജീവിക്കണം. എന്നാൽ ദൈവത്തെ മറക്കരുത്. നിങ്ങളുടെ വിജയത്തിൽ അഹങ്കാരം കൊണ്ടുവരരുത്. നിങ്ങളുടെ പരാജയത്തിൽ വിശ്വാസം നഷ്ടപ്പെടരുത്. എല്ലാം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഗുരു ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് ജ്ഞാനം തരാൻ, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ. എന്നാൽ നിങ്ങൾ തുറന്നിരിക്കണം. നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കണം. നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കണം. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകുകയുള്ളൂ. ചില പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓരോ വെള്ളിയാഴ്ചയും ലക്ഷ്മി ദേവിയെ ആരാധിക്കുക. വെളുത്ത വസ്ത്രം ധരിക്കുക. വെളുത്ത പൂക്കൾ സമർപ്പിക്കുക. നെയ്യ് ദീപം തെളിക്കുക. ഓരോ ചൊവ്വാഴ്ചയും ഹനുമാൻജിയെ പ്രാർത്ഥിക്കുക. ചുവന്ന വസ്ത്രം ധരിക്കുക. ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക. ഓരോ ശനിയാഴ്ചയും ശനി ഭഗവാനെ സ്തുതിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. എളിയവർക്ക് ഭക്ഷണം നൽകുക. ഇതെല്ലാം ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങളുടെ ത്യാഗങ്ങൾ ഫലം നൽകും. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും, വിജയം ലഭിക്കും. അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. പുതിയ അവസരങ്ങൾ വരും. പുതിയ ആളുകൾ വരും. പുതിയ സന്തോഷം വരും. എന്നാൽ ഇതെല്ലാം നടക്കണമെങ്കിൽ നിങ്ങൾ ഈ 4 ത്യാഗങ്ങൾ ചെയ്യണം. ആദ്യത്തെ ത്യാഗം നിങ്ങളുടെ സുഖത്തെ ഉപേക്ഷിച്ച് അപകടസാധ്യത എടുക്കുക. രണ്ടാമത്തെ ത്യാഗം വിഷബന്ധങ്ങളെ ഉപേക്ഷിച്ച് നല്ലവരെ സ്വീകരിക്കുക. മൂന്നാമത്തെ ത്യാഗം മോശം ശീലങ്ങളെ ഉപേക്ഷിച്ച് ആരോഗ്യം സ്വീകരിക്കുക. നാലാമത്തെ ത്യാഗം ഭൗതികതയെ മാറ്റിവച്ച് ആത്മീയത സ്വീകരിക്കുക. ഇത് എളുപ്പമല്ല. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് കഴിയും.
കാരണം നിങ്ങൾ മകരാശിക്കാരാണ്. നിങ്ങൾ ശക്തരാണ്. നിങ്ങൾ ധൈര്യശാലികളാണ്. നിങ്ങൾ പോരാളികളാണ്. നിങ്ങൾക്ക് ഏതു വെല്ലുവിളിയെയും നേരിടാൻ കഴിയും. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ പ്രത്യേക സമയത്ത് നിങ്ങൾ ജനിച്ചത് ഒരു കാരണം കൊണ്ടാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തിയെ ഉണർത്തുക.